So, hi friends. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടോം ഹോളണ്ട് ട്രെയിലർ ഇറങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഫാൻസിന്റെ കയ്യിലൊക്കെ ഓരോരോ ക്ലിപ്സ് വെച്ച് കൊടുത്ത് അവരത് റിലീസ് ചെയ്ത് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. എന്തിനായിരുന്നു ഇത്ര കഷ്ടപ്പെട്ടത്? സോ അതിലൂടെ നമ്മൾ കടക്കുന്നില്ല. സോ അങ്ങനെ ഒഫീഷ്യലി നമുക്ക് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. എല്ലാ വട്ടം സ്പൈഡർമാൻ്റെ ട്രെയിലർ വരുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ്. സോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സ്പൈഡർമാൻ അതെങ്കിൽ മാസ്ക് ഒക്കെ ഊരിയിട്ട് ഒരു വലിയ ടവറിനെ മടക്കി തലകീഴായിട്ടിരിക്കുന്നതാണ്. സോ ബേസിക്കലി പുള്ളി ഇപ്പോൾ മാസ്ക് ഇട്ടില്ല നമുക്ക് കാണാൻ സാധിക്കും. കാരണം പുള്ളിയുടെ എക്സിസ്റ്റൻസ് ഡസൻ മാറ്റർ. അതുകൊണ്ട് തന്നെ മാസ്ക് ഊരിയാൽ തന്നെ ഏതോ ഒരു പയ്യൻ എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും ഇരിക്കുന്നത്. സോ മാസ്ക് ഇട്ടാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് ആ രീതിയിലിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ പുള്ളിയുടെ ഫോണിൽ പുള്ളി നെറ്റും MITയിൽ കിട്ടി അതിനെ പറ്റിയുള്ള ന്യൂസ് കാണുക. അതുകൊണ്ട് ഡെസ്പായിട്ടിരിക്കുന്ന നമ്മുടെ സ്പൈഡർമാൻ നേരെ താഴ്ചയാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ഒരു ഐക്കോണിക് ഷോട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ആ സ്യൂട്ടും സംഭവങ്ങളെല്ലാം കൊണ്ടും ആ ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ആ ഒരു സ്വിങ്ങിങ് സ്റ്റൈലെല്ലാം. ബട്ട് ഹീ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതിനുശേഷം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്പൈഡർമാൻ്റെ മാസ്കിൻ്റെ അകത്ത് നിന്ന് പുള്ളി ലോകത്തെ കാണുന്ന പോലത്തെ ഷോട്ട് വെച്ചിട്ടുണ്ട്. സോ അവിടെ പുള്ളിയുടെ കണ്ടിട്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാസ്റ്റ് അടക്കം കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ കാണുന്ന പീറ്ററിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ ഇരിക്കുന്നതാണ്. ആ ലെറ്ററിനകത്ത് നമ്മുടെ നോവേ ഹോമിൻ്റെ ലാസ്റ്റ് പറയുന്ന ആ സെയിം ഡയലോഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, ലൈക്ക് ഒരു ത്രെട്ട് ഉണ്ടായിരുന്നു, ആ ത്രെട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നെ മറക്കണമായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് എല്ലാവർക്കും ആർക്കും എന്നെ അങ്ങനെ സംഭവമാണ്. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നത് പുള്ളി ദിവസം ഈ MJയുടെ ഷോപ്പിൽ പോയിരിക്കും നെറ്റിനെയൊക്കെ കാണാൻ വേണ്ടി ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ പുള്ളി പറയാതിരിക്കുകയായിരുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് പീറ്ററിൻ്റെ സ്യൂട്ട് പുള്ളി വാഷ് മെഷീൻ ഇട്ട് കഴിയുന്ന ഒരു ഷോട്ടാണ്. അതിനുശേഷം പിന്നെ പുള്ളിക്ക് എല്ലാവർക്കും കൂടെ നാടിൻ്റെ കാവൽക്കാരൻ എന്ന് പറഞ്ഞ രീതിയിലൊരു താക്കോലൊക്കെ കൊടുക്കുന്ന ഒരു സംഭവം ഈ നെറ്റും MJ ടി വിയിലൂടെ കാണുന്ന ഒരു ഷോട്ടൊക്കെ കാണും. അതിനുശേഷമുള്ള ഷോട്ടാണ് നമ്മുടെ സ്പൈഡർമാൻ ഒരു ടാങ്കറിനെ ചേസ് ചെയ്ത് പോകുന്ന ഒരു ഷോട്ട്. അതൊക്കെയാണ് നമ്മുടെ സെറ്റ്ലിക്സ്. അപ്പോഴേക്ക് പുള്ളിയുടെ മണ്ടയിലോട്ട് നമ്മുടെ പണിഷർ വണ്ടി ഇടിച്ച് കയറ്റിയാണ്. സോ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും പോകുന്നത് ആ ഒരു ടാങ്കറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. സോ അവിടെ വെച്ചിട്ട് ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുന്നു, ഒരു ഫണ്ണി ക്ലാഷ് തന്നെ ആയിരിക്കും. അപ്പോഴേക്കും നമ്മുടെ പണിഷർ ഒരു തെറി വിളിക്കാൻ വരുന്നുണ്ട്. സോ ബേസിക്കലി പുള്ളി അപ്പോഴത്തേക്കും വെബ് ഇട്ടിട്ട് പുള്ളിയുടെ വായ അടയ്ക്കുന്നുണ്ട്, ഇതൊക്കെ വീട്ടിൽ പോയി ചെറുക്കാന്ന് പറഞ്ഞ രീതിയിൽ. അതിനുശേഷം പിന്നെ കാണിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് MJയുടെ വീട്ടിൽ നടക്കുന്ന ഒരു പാർട്ടികളാണ്. സോ നമുക്ക് അവിടെ കാണാൻ സാധിക്കും MJക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. സോ അത് കണ്ട് നമ്മുടെ പീറ്റർ പാർക്കർ വളരെയധികം ഇമോഷണലായി നോക്കിക്കുന്ന ഒരു ചെറിയ സീനുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സീനിൽ നമ്മുടെ പീറ്റർ എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ രീതിയിൽ കുഴഞ്ഞു വരുന്ന ഒരു സീനുണ്ട്. സോ ബേസിക്കലി ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത് നമ്മുടെ ടോബി മഗ്വയറിൻ്റെ ആദ്യത്തെ സിനിമയായിട്ടാണ്. സോ പുള്ളിക്ക് ആ ചലഞ്ച് അടിച്ചതിന് ശേഷം പുള്ളി ഇതുപോലെ ഓർഗാനിക് വെബ് ആ രീതിയിൽ കുഴഞ്ഞു വീഴുന്ന ഒരു സംഭവമുണ്ട്. സോ ബേസിക്കലി ഈ ഓർഗാനിക് വെബിൻ്റെ സംഭവമായിട്ട് പുള്ളി കുഴഞ്ഞു ആയിരിക്കും. അതിനുശേഷം കറക്റ്റ് ഫാൻ തിയറീസ് ഒക്കെ കറക്റ്റ് ആക്കുന്ന രീതിയിൽ പുള്ളി ഒരു കൊക്കുണ്ടാകത്തോട് പുറത്തു വരുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഓർഗാനിക് വെബ് കിട്ടിയതിന് ശേഷം അവർ പവർ കിട്ടിയതിന് ശേഷം നമ്മുടെ പീറ്റർ ഇങ്ങനെ ഒരു കൊക്കുണ്ടാകത്ത് എന്നിട്ട് അവിടുന്ന് പുറത്തു വരുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സീനിൽ തന്നെ ആയിരിക്കും പുള്ളിക്ക് മനസ്സിലാവുന്നത് പുള്ളിക്ക് ഓർഗാനിക് വെബിൻ്റെ പവർ കിട്ടി. അവിടുന്ന് പുള്ളി താഴോട്ട് വീഴുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ തന്നെ പുള്ളിക്ക് ആ ഒരു കയ്യിൽ നിന്ന് വെബ് വീഴുന്ന രീതിയിൽ ഒരു കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത സീൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പീറ്റർ ആണെങ്കിൽ ആ ഒരു ജീൻ മ്യൂട്ടേഷനെ പറ്റിയൊക്കെ നമ്മുടെ ബ്രൂസ് ബാനർ അടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രൂസിനെ അറിയത്തില്ല പീറ്റർ ആരാണെന്ന്. പക്ഷേ സാവേജ് ഹൾക്കിന് അറിയുമെന്ന് അറിഞ്ഞൂടാ. ബട്ട് സാവേജ് ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്തായാലും ഈ ഒരു പടത്തിലുണ്ടാകുന്നത് 100% കൺഫേം ആണ്. എങ്ങനെയാണെങ്കിലും സാവേജുകൾക്ക് വരുന്നതൊന്നും നമുക്ക് അറിഞ്ഞൂടാ, പടം കണ്ട് തന്നെ അറിയാം. അത് മാത്രമല്ല നമ്മുടെ ബ്രൂസ് പറയുന്നുണ്ട് DNA മാറ്റം ഒരു വലിയ പ്രശ്നം തന്നെ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ബ്രൂസ് ബാനർ ഈ ഒരു പടത്തിൽ ഷാങ്ചിയിലും ഈ ഒരു ഹ്യൂമൻ ഫോമിൽ തന്നെ ആയിരുന്നു. അതായത് പ്രൊഫസർ ഹൾക്ക് എന്ന് പറഞ്ഞൊരു ഫോമിൽ നിന്ന് മാറി ഹ്യൂമൻ ഫോമിലായിരുന്നു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പീറ്റർ ആൻമയുടെ ഗ്രേവിൽ പോയിട്ട് ഒരു പൂ വയ്ക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ ചെയറിൽ ഒരാൾ ഇരിക്കുന്ന ഓരോ സീൻ കാണിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി അത് സാഡി സിങ്കിൻ്റെ ക്യാരക്ടർ ആവാനാണ് ചാൻസ്. ജീൻ ഗ്രേ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ആയിരിക്കാം. അത് മാത്രമല്ല ഈ ഒരു ക്യാരക്ടറിന് വളരെയധികം പൊട്ടൻഷ്യൽ പവേഴ്സ് ഉണ്ട്. ലൈക്ക് മൈൻഡ് കൺട്രോൾ, ടെലിപ്പോർട്ട്, അങ്ങനെയുള്ള ഒരുപാട് പവർ ഉണ്ട്. മൈൻഡ് കൺട്രോൾ പോലത്തെ പവർ നമുക്ക് ഈ ട്രെയിലറിൽ തന്നെ കാണാൻ സാധിക്കും. കുറേ സോൾജേഴ്സ് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് അവരെ ആരോ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പോകുന്നത് വില്യം എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ നരേഷനോടാണ്. പുള്ളി ഒരു ആൻറ്റി മ്യൂട്ടൻ്റ് ആണ്. അതായത് ഈ മ്യൂട്ടൻസിനെയൊക്കെ പിടിച്ച് അടച്ചമർത്തുന്ന രീതിയിലൊരു ക്യാരക്ടറാണ്. സോ പുള്ളി പറയുന്നത് ഈ ഒരു സ്പൈഡറിന് 3 ലൈഫ് സൈക്കിൾസ് ഉണ്ട്. സോ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു ജീൻ ഗ്രേയുടെ ക്യാരക്ടറിനെ അവിടെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതും അവിടെ നിന്നായിരിക്കും ഈ ഒരു ജീൻ ഗ്രേ രക്ഷപ്പെട്ടു പോകുന്നതും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും കലാഹലങ്ങളും. പുള്ളി പറയുന്നത് സ്പൈഡറിന് ഒരു 3 ലൈഫ് സൈക്കിൾസ് ഉണ്ട്. അതിൽ ഒരു ലൈഫ് സൈക്കിളിൽ പുള്ളി എപ്പോഴും വൾണറബിൾ ആയിരിക്കും. അതായത് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാവരും ഡൗട്ടാണ് ഈ ഒരു ഹുഡ് ഇട്ടിട്ടുള്ള ഈ ഒരു ഫിഗർ ആരാണ്. സോ ബേസിക്കലി ഇത് സാഡിസിങ് ആവാൻ തന്നെയാണ് ചാൻസ്. നമ്മുടെ പീറ്ററിൻ്റെ ആ ഒരു കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ പുള്ളിക്കാരൻ നിൽക്കുന്നത്. അതിനുശേഷം ഒഫീഷ്യലി നമുക്ക് സ്കോർപ്പിയോനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നാളിന് ശേഷമാണ് നമുക്ക് പുള്ളിയെ കിട്ടുന്നത്. അന്ന് ഹോം കമ്മിങ് പോയ പോക്കാണ്. പിന്നെ ഇവിടെയാണ്. അതിനുശേഷം അവർ തമ്മിലൊരു ഫൈറ്റും പിന്നെ സ്പൈഡർമാൻ്റെ ഒരു ഐക്കോണിക് സ്വിങ് സീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് തിയേറ്റർ കാണാൻ വേറെ ലെവലായിരിക്കും. പ്രത്യേകിച്ച് ഷാങ്ചി എന്ന് പറഞ്ഞ പടം കൊണ്ട് പുള്ളി കാണിച്ചാണ് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ എക്സൈറ്റഡ് ടു സീ ദിസ് ഇൻ തിയേറ്റർ. അതിനുശേഷം നമുക്ക് സ്പൈഡർമാൻ MJ കൂടെ നിൽക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഈ ഒരു പടത്തിൽ പീറ്ററും MJ ആയിട്ടൊരു വലിയ ബോണ്ട് കാണും. സ്പൈഡർമാനുമായിട്ട് നെഡിനും MJക്കൊക്കെ ഒരു ബോണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷമാണ് നമുക്ക് കുറെ കോമിക് മൊമെന്റ്സ് കിട്ടുന്നത്. ആദ്യമായിട്ട് അമേസിംഗ് ഫാന്റസി ഇഷ്യൂ 15 നിന്ന് നമുക്ക് കറക്റ്റ് കവർ പേജ് എക്സാക്ട്ലി അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അമേസിംഗ് സ്പൈഡർമാൻ 345 ഇഷ്യൂ നമ്പറിൽ ബൂമറാങ്ങുമായിട്ടുള്ള ഒരു ഫൈറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സ്പൈഡർമാൻ ഇഷ്യൂ നമ്പർ 134 അതുപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് മൊമെന്റ്സ് ആണ് ഈ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവസാനത്തെ ഷോട്ടായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡിനെ കിട്ടിയിട്ടുണ്ട്. ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയർഡെവിൾ സീരീസിലൂടെ ആദ്യം MCയിലൂടെ കടന്നു വരുന്നത്. ഇവർ പക്ക ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരു നിഞ്ച ടൈപ്പിലുള്ള വാളും ഡ്രസ്സും സംഭവങ്ങളൊക്കെയാണ്. ഇത് കണ്ടപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്, ഈ സിനിമയുടെ സ്റ്റണ്ട് ഡയറക്ടർ ജാക്കി ചാൻ ആണ്. സോ കംപ്ലീറ്റ് ജാക്കി ചാൻ
ചാനാണെന്ന് അറിഞ്ഞൂടാ, ബട്ട് ഈ ഒരു നിഞ്ച സ്റ്റെപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജാക്കി ചാനാണ്. ഇനി എങ്ങാനും ജാക്കി ചാൻ്റെ കമ്മി വേണ്ട, നമുക്ക് അത്ര അങ്ങോട്ട് പോകണ്ട. അത് മാത്രമല്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യം മനസ്സിലാവും, നമ്മുടെ പീറ്ററിന് മാസ്ക് ഇല്ല. സോ പീറ്ററിൻ്റെ ഐഡന്റിറ്റി ഇപ്പോൾ ആരറിഞ്ഞാലും ഒരു പ്രശ്നമില്ല, കാരണം ഏതോ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഏതോ ഒരു അത്ര ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. സോ അത് മാത്രമല്ല, പീറ്ററിൻ്റെ കണ്ണ് ഇവിടെ മാറുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മ്യൂട്ടൻ്റ് എബിലിറ്റി ആണെന്നാണ് തോന്നുന്നത്. കുറേ ആൾക്കാരെ വെനമായിട്ടും സാഡിസിങ്ങിൻ്റെ പവറായിട്ടൊക്കെ വെച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ ഒരു ചെലന്തിയുടെ കണ്ണ് പോലത്തെ ഒരു സംഭവമാണ്. സോ ബേസിക്കലി എന്തെങ്കിലും ഇവിടെ എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് പഞ്ഞി കിട്ടുന്ന ഒരു സെറ്റപ്പ് സംഭവം ആയിരിക്കും മിക്കവാറും. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഉണ്ട്, അത് മാൻ സ്പൈഡർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ലൈക്ക് 8 കാലൊക്കെ വരുന്ന ഒരു പോലത്തെ ഒരു വികൃത രൂപമുണ്ട്. അങ്ങനെയൊന്നും പോകത്തില്ലെന്ന് വിചാരിക്കുക. അതാണ് ഈ മ്യൂട്ടേഷൻ്റെ ഒരു എക്സ്ട്രീം രൂപം. ഈ ഹാൻഡിനെ എങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡ് ന്യൂ ഡേയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം കാണാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആണ്. പടം കാണുമ്പോൾ തന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എൻ്റർ ഹാൻഡ് ടീമും സ്പൈഡർമാനുമാണ്. സോ ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് എവിടേക്കോ നോവേ ഹോമിലൊരു സംഭവം അടിച്ച് ലൈക്ക് ആരെയിലൊക്കെ ഇവിടുന്ന് മായ്ച്ച് കളഞ്ഞിട്ടുണ്ടോ? മോസ്റ്റ് പ്രോബബ്ലി ഡെയർ ഡെവിൽ ആവാൻ തന്നെയാണ് ചാൻസ്. കാരണം ഡെയർ ഡെവിൽ ഓൾറെഡി പടത്തിൽ കാണേണ്ടതാണ് എന്നാണ് റൂമേഴ്സൊക്കെ കേൾക്കുന്നത്. റൂമേഴ്സല്ല, ഏതാണ്ടൊക്കെ കൺഫേമാണ്. പക്ഷേ നമുക്ക് കുറേ ആൾക്കാരൊന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ലൈക്ക് ജീൻ ഗ്രേയുടെ ക്യാരക്ടറിനെ കിട്ടിയിട്ടില്ല, അതുപോലെ ഡെയർ ഡെവിലൊന്നും കാണിച്ചിട്ടില്ല. അതുപോലെ ട്രെയിലറിൻ്റെ ലാസ്റ്റ് സീക്വൻസിൽ നമ്മുടെ നെഡിൻ്റെ അടുത്ത് പീറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ പീറ്റർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഞാൻ ഒരു നെയ്ബറാണ്. ഉടനെ MJ അടുത്ത വയൽ പറയുന്നുണ്ട്, അതെ ഫ്രണ്ട്ലി നെയ്ബറാണ്. ലൈക്ക് ഫ്രണ്ട്ലി നെയ്ബർ സ്പൈഡർമാൻ അവിടെ ടീസ് ചെയ്യാണ്. ആൻഡ് വെരി സർപ്രൈസിംഗ്ലി ഈ പടം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെങ്ങിന് പുറമെ മലയാളം, കന്നഡ പറഞ്ഞ ഭാഷയിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അത് വളരെ ഒരു സർപ്രൈസിംഗ് ആയിട്ടൊരു കാര്യമായിരുന്നു. ലൈക്ക് നമുക്കറിയാം സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. നമ്മൾ സ്പൈഡർമാൻ കണ്ടു കൊടുക്കുന്ന കൊച്ചി TV, സൂര്യ TV പോലുള്ള ചാനലുകളാണ്. സോ അന്ന് ഒരു വികാരമാണ്. സോ സ്പൈഡർമാൻ വേറെ ഏത് മൂവിയാണെങ്കിൽ പോലും മലയാളത്തിൽ സ്പൈഡർമാൻ കേൾക്കാൻ നമുക്കൊരു പ്രത്യേക വികാരം. ആൻഡ് അത് സോണിക്കും അറിയാൻ തോന്നുന്നു. സോ ബിഗ് താങ്ക്സ് ടു സോണി ഫോർ കൺസിഡറിങ് അവർ റിക്വസ്റ്റ്. സോ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പടം മലയാളത്തിൽ. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ തിയേറ്റേഴ്സിൻ്റെ അവസ്ഥ വളരെ ദയനീയം. അവർ മലയാളം ഉണ്ടായിട്ട് പോലും ഇംഗ്ലീഷ് എടുക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. സോ ഈ മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ താരം മറക്കാതെ കമന്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഒന്നും കൂടെ മറക്കാതെ കമന്റ് ചെയ്യുക. ഞാൻ മിസ് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ട് ഈ വീഡിയോ കമന്റ് ചെയ്യുക. സോ ഒരു സൈനിങ് ഔട്ട് ബൈ.